നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്ന വാർത്തയാണ് കുഴഞ്ഞു വീട് മരണം. ഒന്നുകിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഹൃദയത്തിൻ്റെ മസിൽസിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സം വരുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. എന്നാൽ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ്റെ ഡിസോർഡർ അല്ലെങ്കിൽ അതിൻ്റെ മാൽ ഫംഗ്ഷനാണ് കാർഡിയാക് അറസ്റ്റ്. എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ഇടിപ്പിന് വ്യക്തമായ ഇറഗുലാരിറ്റി ഉണ്ടാകുന്നു. അത് ഹൃദയത്തിൻ്റെ നോർമൽ രീതിയിലുള്ള പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കാർഡിയാക് അറസ്റ്റിൻ്റെ കാരണം എന്താണ്, ഇത് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ശരീരം നൽകുന്ന ചില സൂചനകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൂചന കിട്ടിയാൽ ഉടനെ എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഈ കാർഡിയാക് അറസ്റ്റിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഈ സിഗ്നൽസിന് വേരിയേഷൻ ഉണ്ടാകുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊറോണറി ആർട്ടറി ഡിസീസ് തന്നെയാണ്. എന്ന് വെച്ചാൽ രക്തക്കുഴലിൻ്റെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില കെമിക്കലുകൾ, വേസ്റ്റ് ആയിട്ടുള്ള കെമിക്കലുകൾ, പ്ലേക്ക് പോലുള്ള കെമിക്കലുകൾ, അത് ഹൃദയത്തിലേക്കുള്ള സ്വാഭാവികമായിട്ടുള്ള രക്തപ്രവാഹത്തിന് തടസ്സം നിൽക്കുന്നു. എന്ന് വെച്ചാൽ അത് ആർട്ടറീസിനെ ചുരുക്കുന്നു. അപ്പോൾ ബ്ലഡ് ശരിക്ക് കിട്ടാതെ വരുമ്പം ഹൃദയത്തിൻ്റെ പേശികളുടെ ആ ഇടിപ്പിൻ്റെ ശക്തി കുറയുന്നു, പ്രത്യേകിച്ച് ലോവർ ചേംബറിൻ്റെ. ഇത് കാർഡിയാക് അറസ്റ്റിന് പ്രധാന കാരണമായിട്ട് മാറുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം കാർഡിയോമയോപ്പതിയാണ്. ഹൃദയത്തിൻ്റെ പേശികൾക്ക് കട്ടി കൂടി അത് പമ്പിങ്ങിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഈ സമയത്തും ഇലക്ട്രിക് സിഗ്നൽസ് മാൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, വാൽവിൻ്റെ ചില തകരാറുകൾ, ഇതൊക്കെ തന്നെ സിഗ്നൽ വേരി ചെയ്ത് കാർഡിയാക് അറസ്റ്റിന് കാരണമാകാം. അതുപോലെ എക്സ്ട്രീമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്, ഇതുമൂലം ശരീരത്തിൽ അഡ്രിനാലിൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോൺ പേശികളെ ചുരുക്കുന്ന സ്വഭാവമുള്ളതാണ്. അതുമൂലം ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു. ഇതും ഡയറക്റ്റായിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് രീതിയിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിന് ഫെയിലിയർ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ സ്ട്രെസ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നുണ്ട്. ഇതും BP കൂട്ടും. ഇത് രക്തക്കുഴലുകളെ നാരോ ആക്കുകയും സ്വാഭാവികമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷന് തടസ്സമുണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളെ എന്ത് ഡിസോർഡർ ബാധിച്ചാലും ശരീരം മുൻകൂട്ടി അതിൻ്റെ സൂചനകൾ തരാറുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അതല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും കാരണമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെയും ഈ കാർഡിയാക് അറസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ലക്ഷണങ്ങളിൽ കാണിക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഹാർട്ട് അറ്റാക്കിന് മുന്നോടിയായിട്ട് വരുന്ന പെയിൻ കുറച്ച് സിവിയർ ആയിരിക്കും. എന്നാൽ കാർഡിയാക് അറസ്റ്റിന് അത്ര സിവിയർ ആയിട്ടുള്ളൊരു പെയിൻ ഉണ്ടാകണമെന്നില്ല മുന്നോടിയായിട്ട്.